ഗോത്രജനതയുടെ സമഗ്ര വികസനം ലക്ഷ്യമെന്ന് മന്ത്രി ഒ.ആർ. കേളു. ഗോത്രജനതയുടെ പ്രശ്നങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളും ചർച്ച ചെയ്യാൻ വയനാട് കോൺക്ലേവ് തുടങ്ങി. ജില്ലയിൽ ബഹുഭൂരിപക്ഷമുള്ള ഗോത്രജനതയുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, കൃഷി, അതിജീവനം, വനാവകാശ നിയമത്തിലെ അവകാശപ്പെട്ട ഭൂമി, ഉന്നതികളിലെ ഗോത്രജനതയുടെ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചയും തീരുമാനവും ഉണ്ടാക്കാനാണ് വയനാട് കോൺക്ലേവ് എന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു പറഞ്ഞു. വയനാട് കോൺക്ലേവിൽ ആസ്പിരേഷൻ ജില്ലയായ വയനാട്ടിലെ വികസന പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികൾ അവതരിപ്പിക്കാൻ ജില്ലാതല വികസന കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സുൽത്താൻ ബത്തേരി ഹോട്ടൽ സപ്ത റിസോർട്ടിൽ നടക്കുന്ന കോൺക്ലേവിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ നടപ്പിലാവുന്ന വയനാട് പാക്കേജ്, ആസ്പിരേഷണൽ ജില്ലാ പദ്ധതി, പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സാസ്കി, എം.പി. ലാഡ്സ്, എം.എൽ.എ. ലാഡ്സ്, CSR ഫണ്ട് എന്നിവ വിനിയോഗിച്ച് വിവിധ വികസന പദ്ധതികൾ തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവ കോൺക്ലേവ് ചർച്ച ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, ത്രിതല പഞ്ചായത്ത് അധ്യക്ഷന്മാർ, ജില്ലാ കളക്ടർ DR മേഘശ്രീ, വകുപ്പ് മേധാവികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ അവതരണം നടത്തും. ജില്ലയുടെ വികസന മുന്നേറ്റത്തിന് ഓരോ വകുപ്പുകളും 5 പദ്ധതികൾ തയ്യാറാക്കി വികസന കോൺക്ലേവിൽ അവതരിപ്പിക്കും. പട്ടികവർഗ വിഭാഗക്കാരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കുന്ന ധർത്തി ആബ ജൻജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാൻ, പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ പദ്ധതികളും കോൺക്ലേവിൽ ചർച്ച ചെയ്യും.